ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7:45 8 മണിക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എണീറ്റേക്കണേ. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ ഒപ്പൻ്റെ താഴെയുള്ളതും മൂത്തതൊക്കെ എങ്ങനെയെങ്കിലും എണീക്കും. അപ്പോൾ അങ്ങനെ നേരെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അമ്മ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വെച്ച് പോവാറുണ്ട്. ഇന്നമ്മ നേരെ വൈകിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവാൻ നേരത്ത്. അപ്പോൾ അമ്മ മുതിരക്കൂട്ടാനും ചോറും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഇഡ്ഡലി ദോശ പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുക്കാൻ പോയതാണ്. കൈയൊന്ന് ചെറുതായിട്ട് പൊള്ളി, ഓർമ്മയില്ലാണ്ട് പോയി അങ്ങനോടെ പിടിച്ചു വിട്ടാ. അങ്ങനെ ചോറ് വറുക്കാൻ വെച്ചു. ഞാൻ ചോറ് സാധാരണ കയ്യിലിട്ടുകൊണ്ട് വറുക്കാറുള്ളൂ. എനിക്ക് ഇങ്ങനെ വറുക്കാൻ പേടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ചെയ്ത് ശീലമായിട്ടാണ്. അപ്പോൾ എന്താ കൈപ്പൊള്ളലൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അത് ശീലമായി അങ്ങനെ പഠിച്ചു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വറുത്ത് വെച്ച് 2 മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ഞാനും മോളും കാലത്ത് മുട്ട പുഴുങ്ങിയത് കഴിക്കും. അത് ഹെൽത്തിന് നല്ലതാണ് ഈ മുട്ട പുഴുങ്ങി കഴിക്കുന്നത്. അപ്പം അനിയനുണ്ടെങ്കിൽ അവനും കൂടെ വെക്കാറുണ്ടാവും. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് ഞാൻ മുട്ട പുഴുങ്ങാൻ 2 പേർക്ക് വെച്ചു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളും, ബെഡ്ഷീറ്റൊന്നും ഇല്ല, എനിക്ക് ബെഡ്ഷീറ്റ് വയ്ക്കുന്നത് ഇഷ്ടമല്ല. പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം, സെറ്റാക്കാം. അതുപോലെ റൂമിനൊന്ന് വെളിച്ചം വരാൻ വേണ്ടി ഞാൻ എപ്പോഴും എന്താ പറയുക കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെക്കും കേട്ടോ. എനിക്കിങ്ങനെ വെളിച്ചമുള്ളത് ഇഷ്ടം. ലൈറ്റ് ഇടണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഐസ് ക്യൂബ് എടുത്ത് ഫേസിലൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്രഷിങ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, കാരണം അത് എപ്പോഴും കാണിച്ചാൽ അത് ലേഗായി പോവില്ലേ. അപ്പോൾ അത് കാരണം എൻ്റെ കാലത്തെ ഒരു മെയിനായിട്ടുള്ള സ്കിൻ കെയറാണ്. ഐസ് ക്യൂബ് എടുത്ത് ഞാൻ നല്ലോണം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അതെനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ. ഫേസ് നല്ല ബ്രൈറ്റ് ആവാനും നല്ല കൂളിങ് ഇഫക്റ്റ് കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പിൽ വന്ന് നോക്കിയപ്പോൾ ഒരു മാങ്ങ വീണെടുക്കണം. മൂവാണ്ടൻ മാവുണ്ട്. അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ വീഴും. അപ്പോൾ അതെടുത്തോണ്ട് വന്നു. എനിക്ക് മാമ്പഴം എനിക്ക് എൻ്റെ മക്കൾക്കായാലൊരു വീക്ക്നെസ്സാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം മാമ്പഴ സീസണും ചക്ക സീസണൊക്കെ ആയതുകൊണ്ട്. പിന്നെ എൻ്റെ വീട്ടിലിപ്പോൾ എല്ലാം ഉണ്ട്. ചക്ക, മാമ്പഴം, മാത്തച്ചക്ക എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാം സീസണിൽ നല്ലോണം കഴിക്കാറുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ വീടാകെ അവിടെ ഇവിടെയൊക്കെ ചപ്പും ചവറൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ മൂത്ത സന്താനം ഇങ്ങനെ ആക്കി ഇട്ടോളും. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചപ്പും ചവറൊക്കെ ഒന്ന് അടിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ മാമ്പഴം എടുത്തൊന്ന് ചെത്തി ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും 50-50 ആക്കിയിരുന്ന് കഴിച്ചു. എനിക്ക് ആ മാങ്ങയുടെ ഉള്ളിലത്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് ഞാനത് കഴിച്ചു. പിന്നെ ഒരെണ്ണല്ലേ കിട്ടിയുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പൊട്ടിച്ച് ചെനയ്ക്കാൻ വെച്ചിട്ടും ഞങ്ങളെടുത്ത് ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കും. അങ്ങനെ നമ്മുടെ തെന്നലുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് നടക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് വിശന്ന് തുടങ്ങി. അതാണ് അവൾ എന്നെ നോക്കി ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ കുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണങ്കായ പൊടിച്ച കുറുക്കാണ് ഞാൻ കൊടുക്കുന്നത്. കുന്നങ്കായ കണ്ണങ്കായ എന്നൊക്കെ പറയും. റാഗി കൊടുത്തിരുന്നു. പിന്നെ തണവ് അവൾക്ക് പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ണങ്കായ കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെയാണ് കൊടുക്കണേ. അവൾക്കത് ഇഷ്ടം, അവൾ കഴിച്ചോളും. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വെച്ച നേരം കൊണ്ട് ഞാൻ മാങ്ങ പൊട്ടിക്കാൻ പോവാം. പച്ചമാങ്ങ 2-3 പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മുതിരക്കൂട്ടാൻ്റെയും ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ എന്തെങ്കിലും തൊട്ട് നിൽക്കാൻ വേണ്ടേ. അപ്പോൾ അച്ചാറൊന്നൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ 2-3 മാങ്ങ പോയി പൊട്ടിച്ചു. അപ്പോൾ മുമ്പ് വശത്തും ബാക്ക് വശത്തും ഉണ്ട് കേട്ടോ മാവ്. അപ്പോൾ അതിൽ നിന്ന് 2 ആയിട്ടൊരു 3 മാങ്ങ പറിച്ചെടുത്തു. അപ്പോൾ അത് എനിക്കിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫുഡിൻ്റെ ഒപ്പമായാലും എനിക്ക് അച്ചാർ ഇടണേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ അച്ചാർ വാങ്ങി കഴിക്കണേക്കാളും കൂടുതൽ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ മുളകും ഉപ്പും വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മുതിരയുടെയും ചോറിൻ്റെയും കൂടെ അച്ചാറിന് പകരം ഇതായല്ലോ. അപ്പോൾ ഇത് പണ്ടൊട്ടേയുള്ള ശീലം. മാങ്ങ കിട്ടിയ അപ്പം ഞാൻ അരിഞ്ഞിങ്ങനെ ഉപ്പും മുളകും ഇട്ടിട്ട് തന്നെയും കഴിക്കും, ചോറുണ്ണുമ്പോൾ അതിൻ്റെയും കൂടെ കഴിക്കും. അപ്പം ആമ്പലൊരു പൂളെടുത്തതേ കഴിച്ചു തുടങ്ങിയിട്ട് അവൾക്ക് പുളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ തെന്നലിന് കുറുക്ക് ചൂടാറിയപ്പോൾ ഉമ്മർത്ത് വന്നിരുന്ന് കുറുക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്കിങ്ങനെ എന്താ പറയുക കാക്കേനെയും പൂച്ചേനെയും പട്ടീനെയും കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കണം. ഒരാളവിടെ മുട്ട പുഴുങ്ങിയിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പം അങ്ങനെ തെന്നലിന് കുറുക്ക് കൊടുക്കുകയാണ്. സാധാരണ തെന്നലിന് ഫുഡ് കൊടുക്കണതിൽ എനിക്കൊരു ടെൻഷനില്ല. എന്ത് കൊടുത്താലും കഴിച്ചോളും. ആളിത്തിരി വിശപ്പുള്ള കൂട്ടത്തില്ല. പക്ഷേ എൻ്റെ മൂത്തേനെ ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ട് കേട്ടോ. അവളിങ്ങനെ കുറുക്കൊന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് കുറച്ച് ഭാഗ്യമുണ്ട്. പിന്നെ
ഫുഡ് കഴിക്കാം. അവൾക്കൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആമ്പലിന് ചോറ് കൊടുത്തു, ഞാനും ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് വിശപ്പ് കാരണം എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കറിയാണ് മുതിര. പിന്നെ മുട്ട പുഴുങ്ങിയതും അച്ചാറുള്ളതുകൊണ്ട് വിശപ്പും ഓൾറെഡി ഈ ഫീഡ് ചെയ്യണതുകൊണ്ട് ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നൊന്നുമില്ല. അത് വാരി വലിച്ച് കിട്ടിയതൊക്കെ കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ തെന്നലുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടപ്പത്തിയായി. അവളൊരു 11 മണിയൊക്കെ ആയപ്പോൾ അവൾ ഉറങ്ങി. അവൾ ഉറങ്ങിക്കഴിഞ്ഞാലേ എനിക്കെൻ്റെ ആമ്പലിനെ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആമ്പലിനെ ഞാൻ കുളിപ്പിച്ച് സുന്ദരിയാക്കുന്നതിനുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ ഇടയ്ക്ക് മുഖത്ത് വെളിച്ചെണ്ണയൊക്കെ പറ്റിയൊരു മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ പറ്റി കുളിക്കും മുഖത്ത്, അതാണ് എൻ്റെ ഒരു ശീലമാണ്. പിന്നെ ഇന്ന് ഞാനും ആമ്പലും തല കുളിക്കില്ല എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം നല്ലോണം വെളിച്ചെണ്ണ പറ്റി കുളിച്ചത്. അപ്പോൾ മഴക്കാലത്ത് എപ്പോഴും കുളിച്ചാൽ വയ്യാണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അവളെ പൊട്ടുകുത്തി കണ്ണെഴുതി സുന്ദരിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്കാണെങ്കിൽ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടില്ലേ, സുന്ദരിയാക്കിയിട്ടുണ്ട്. ആൾക്ക് അപ്പോഴാണ് ഹാപ്പി ആവുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും കുളിച്ച് കഴിഞ്ഞ് വന്ന് ചെറിയൊരു മേക്കപ്പ്, വീട്ടിൽ നിൽക്കുമ്പോഴുള്ളൊരു ചെറിയൊരു മേക്കപ്പ്, അതായത് മോയ്സ്ചറൈസർ, ടാൽക്കം പൗഡർ, പൊട്ട്, കുങ്കുമം, അങ്ങനെ നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ നോർമലായിട്ട് ചെയ്യുന്നൊരു ഇത്. ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മലും മാലയും വളയൊന്നും ഇടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വല്ല വീഡിയോസ് ചെയ്യുമ്പോഴോ വല്ലയിടത്തേക്കും പോകുമ്പോഴൊക്കെ ആയിട്ട് ഇടുള്ളൂ. അങ്ങനെ ഇപ്പോൾ പാത്രം കഴുകണമെന്നാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ സമയം എത്രയുണ്ടായിരുന്നു അറിയോ? ഒരു 3:15 ആയിട്ടുണ്ടായിട്ടാ. അതിൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അധികം ലാഗാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും അവർക്ക് 2 പേർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഒരു 3-3:15 അവർ ഉറങ്ങിയപ്പോൾ അങ്ങനെ അവരെ ഉറക്കി കെടുത്തിയിട്ട് ഞാൻ വന്ന് പാത്രം കഴുകുകയാണ്. കാരണം അല്ലാണ്ടൊരു പണി നടക്കില്ല. സാധാരണ അവരുടെ കൂടെ ഞാൻ കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഉറക്കം വന്നില്ല. കാരണം ലേറ്റായി അവരെ ഉറങ്ങാൻ. അപ്പോൾ എൻ്റെ ആ ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 2-2:30 നേരമാണ്. അതും കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെയുള്ള കഴുകാനുള്ള കാരണം അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വന്നിട്ട് വിചാരിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ആ പണിയോട് തീർക്കാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവരുറങ്ങട്ടേന്ന്. അങ്ങനെ അവരെ ഉറക്കി കെടുത്തിയിട്ട് ഞാൻ വന്ന് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. കുറച്ച് കട്ടോരീസ്, പ്ലേറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി അവരെ നോക്കുന്നുണ്ട്. കാരണം എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ റൂമിലേക്ക് നേരെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ അനിയൻ്റെ റൂമിലൊക്കെ എടുക്കണേ. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവരുറങ്ങണ നേരത്ത് പാത്രങ്ങളൊക്കെ കുറച്ചുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ച് സെറ്റാക്കി. 2 ആളും നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ വെക്കാമെന്ന് അമ്മ വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ചായ വെക്കാൻ പോയിട്ടാണ്. ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായയാണ്. ഞങ്ങൾക്ക് കട്ടൻ ചായ ഇഷ്ടമുള്ളൂ. പാൽ ചായ അത്ര താല്പര്യമില്ല. അതിപ്പോൾ എനിക്കായാലും എൻ്റെ അമ്മയ്ക്കായാലും അനിയനായാലും അങ്ങനെ വലിയ താല്പര്യമില്ല. വല്ലപ്പോഴും വല്ല കോഫിയൊക്കെ കുടിക്കും. കോഫി ഇഷ്ടമാണ്, ബ്രൂ ഇട്ടിട്ടൊക്കെ കുടിക്കാം. പക്ഷേ അങ്ങനെ പാൽ ചായ വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിച്ചു വാരി ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു വീടൊക്കെ. കാരണം എത്ര വട്ടം അടിച്ചു വാരിയാലും പിന്നെയും കേടാവും. പിന്നെ അവർ ഉറങ്ങുന്ന നേരത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുള്ളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വീടൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടുവിട്ടാ. അതിനുശേഷം ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന്. കാരണം 3-4 ദിവസമായി അടിച്ചു വാരിയിട്ട്. അമ്മ ജോലിക്ക് പോകണ കാരണം എപ്പോഴും അങ്ങനെ അടിച്ചു വരാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്കായാലും എന്നും അടിച്ചു വരാനൊന്നും വയ്യ. എനിക്കിത് ശീലമുള്ള കാര്യമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്നും അടിച്ചു വരാൻ, എന്തായാലും അവർ ഉറങ്ങല്ലേ. ആ നേരം നോക്കി ബാക്ക് വശമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ കളിക്കുന്നതല്ലേ, ചപ്പും ചവറും നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പൊക്കെ വന്നിരുന്നാൽ കാണില്ല. അത് കാരണം ബാക്കിൽ നല്ലോണം ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു വലിയ മാവുണ്ട്, മറ്റേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാക്കണ മാങ്ങയുടെ വലിയൊരു മാവുണ്ട്. അതും ഇങ്ങനെ നിറച്ച് മാവിൽ വീണ് ഇങ്ങനെ നിറയും. ഇപ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല. സാധാരണ അത് എന്താ പറയുക 1.5 അത് ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പോലെയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബക്കറ്റ് നിറച്ചാണ് കാലത്താകുമ്പോഴേക്കും പറക്കുക. പ്രത്യേകം മധുരമാണ് കേട്ടോ അത് കഴിക്കാൻ, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല. 1.5 ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി അടുത്ത കൊല്ലമായിരിക്കും ഉണ്ടാവുക. പക്ഷെ 3 ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തും. എന്നാലും എന്താ പറയുക, മാമ്പഴം ചക്കയൊക്കെ നല്ലോണം തിന്നിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇത് മാത്രം ഇക്കൊല്ലം ഉണ്ടായില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നിറയെ ഇങ്ങനെ കാലത്ത് 10-50 എണ്ണം ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ടാവും. അതൊന്നും മിസ് ചെയ്തു ഞാൻ. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം നല്ലോണം കഴിച്ചിട്ടുണ്ട് മതിയാവോളം. അപ്പോൾ ഞാൻ പ്രഗ്നൻറ്റും കൂടി ആയിരുന്നു.
അങ്ങനെ ബാക്ക് വശമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് വന്നപ്പോൾ മുൻവശം കൂടെ ഒന്ന് വെറുതെ അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. കത്തിച്ചൊന്നുമില്ല, കാരണം മഴ പെയ്താകെ നനഞ്ഞിരിക്കണ കാരണം കത്തിച്ചൊന്നുമില്ല. വെറുതെ ഒന്ന് അടിച്ചു വാരി എല്ലായിടത്തേക്കും ഒന്നിങ്ങനെ കൂട്ടിയിട്ടു. അപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടപ്പോൾ. അപ്പോൾ അമ്മ വരാൻ നേരമായി. അപ്പോൾ അങ്ങനെ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നു. അപ്പോൾ അമ്മ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കാത്തിരിക്കും, എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ കൊണ്ടുവരും. അപ്പോൾ ബ്രെഡ്, പപ്സ്, കാര്യങ്ങൾ, പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചായ കൂട്ടി അത് കഴിച്ചു. അമ്മയും കഴിച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ആ നേരം കൊണ്ട് ചായയും പപ്സൊക്കെ അവർ ഉറങ്ങല്ലേ, സമാധാനത്തോടു കൂടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.